വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഇന്റേണൽ കോളേജ് റോഡിന്റെ ഉദ്ഘാടനവും കോളേജിൽ ആരംഭിച്ച കൺസ്യൂമർ ക്ലബ്ബിന്റെ ഉദ്ഘാടനവും ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനവും നടന്നു. പീരുമേട് MLA അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. തോട്ടം മേഖലയിലെ മികവുറ്റ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമായ വണ്ടിപ്പെരിയാർ പോളിടെക്നിക് കോളേജ് വികസനത്തിന്റെ പാതയിൽ മുൻപോട്ട് കുതിക്കുകയാണ്. സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് 2020-25 സാമ്പത്തിക വർഷത്തിൽ മുൻ MLA വാഴൂർ സോമന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 15 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ഇന്റേണൽ റോഡിന്റെയും കൺസ്യൂമർ ക്ലബിന്റെയും പുതിയ വിദ്യാർത്ഥികൾക്കുള്ള ഇന്റേണൽ പ്രോഗ്രാമിന്റെയും ഉദ്ഘാടന കർമ്മം കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ C. അനൂപ് സ്വാഗതം ആശംസിച്ചു. പീരുമേട് MLA അഡ്വക്കേറ്റ് സിറിയക് തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാർ പോളിടെക്നിക് കോളേജിൽ ഞാൻ കടന്നു വരുമ്പോൾ ഇവിടെ നമ്മുടെ പ്രിയങ്കരിയായ നമ്മളുടെ അധ്യക്ഷ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ പിതാവ് MLA ആയിരുന്നപ്പോൾ ഇവിടെ ഒരു പോളിടെക്നിക് ആരംഭിക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതും ആരംഭിക്കുന്നതും ഒക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. അതിനുശേഷമാണ് പ്രസിഡന്റ് പറഞ്ഞ പോലെ അതിനുശേഷം വന്ന MLA-മാരും എല്ലാവരോടും പരിശ്രമിച്ചാണ് ഇവിടെ ഇങ്ങനൊരു സ്ഥാപനം പടുത്തുയർത്തിയത്. ഞാൻ പ്രസിഡന്റ് അത് വളരെ വിശദമായി സംസാരിച്ചുകൊണ്ട് ഞാൻ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഇത്രയും മനോഹരമായ ഒരു ക്യാമ്പസ് എൻ്റെ അടുത്ത് നിങ്ങൾ പ്രിൻസിപ്പളും അതുപോലെ തന്നെ അധ്യാപകരും PTA പ്രസിഡന്റും ഒക്കെ എൻ്റെ അടുത്ത് കടന്നു വന്ന് നിവേദനമൊക്കെ തരുമ്പോൾ ഞാൻ ഇത്രയും ഭംഗിയായി ഇത്രയും ഡെവലപ്ഡായിട്ടുള്ളൊരു ക്യാമ്പസ് ഉണ്ടായിരുന്നെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എല്ലാ അർത്ഥത്തിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രൗഢിയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള നല്ല ബിൽഡിങ്ങുകൾ, അതുപോലെ തന്നെ ക്ലാസ് മുറികൾ എല്ലാം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളുടെ മുൻഗാമികളായിട്ടുള്ള MLA-മാരും അതുപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകരും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരെയൊക്കെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു കഠിനാധ്വാനം കൊണ്ടാണ് ഇങ്ങനൊരു സ്ഥാപനം വളർന്നു വന്നത്. ഇനി നിങ്ങൾക്ക് വേണ്ടത് പുതിയ തരത്തിലുള്ള വികസനങ്ങളാണ് നമുക്ക് വേണ്ടത്. എനിക്ക് നിങ്ങളുടെ അധ്യാപകർ തന്ന നിങ്ങളുടെ നിവേദനത്തിൽ ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. ബോയ്സ് ഹോസ്റ്റലിൻ്റെ ഒരു അപര്യാപ്തതയുണ്ട്. ബോയ്സ് ഹോസ്റ്റൽ നമുക്ക് തുടങ്ങണം. അതോടൊപ്പം തന്നെ നമുക്ക് റോഡുകളൊക്കെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇതൊരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി ഉയർന്ന ഒരു നിലവാരത്തിലേക്ക് നമുക്ക് ഉയർത്തേണ്ട ഒരു ആവശ്യമുണ്ട്. നമുക്കറിയാം. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണിമേഖല മുഖ്യപ്രഭാഷണം നടത്തി. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PA അബ്ദുൾ റഷീദ്, വനിതാ മുരുകൻ, ഗ്രാമപഞ്ചായത്ത് അംഗം നജീബ് തെക്കേക്കാട്ടിൽ, പീരുമേട് താലൂക്ക് സപ്ലൈ ഓഫീസർ M. ഗണേശൻ, PTA ജോയിന്റ് സെക്രട്ടറി ജാൻസി ആന്റണി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി മൊമെന്റവും നൽകി ആദരിച്ചു. PTA സെക്രട്ടറി ജോൺസൺ ആന്റണി നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.